Hi students, we are discussing about the second chapter from history textbook World in the 20th Century. Today we are going to discuss about multinational companies, Neo Imperialism and different concepts of Neo Imperialism. Firstly, we are going to discuss multinational companies. What do you mean by multinational company? Multinational companies which are registered in a country and functioning in many countries. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി അത് പല രാജ്യങ്ങളിലായിട്ട് അതിൻ്റെ ഫങ്ഷനുകളും അതിൻ്റെ ബ്രാഞ്ചുകളുമുണ്ട്. ഇങ്ങനത്തെ എല്ലാ രാജ്യങ്ങളിലും ബ്രാഞ്ചുകളുള്ള ഒരു വലിയ കമ്പനി നമ്മൾ പറയുന്നതാണ് മൾട്ടിനാഷണൽ കമ്പനീസ്. What do you mean by multinational companies? Multinational companies which are registered in a country and functioning in many countries. ഒരു രാജ്യത്താണ് രജിസ്റ്റർ ചെയ്തെങ്കിലും അതിൻ്റെ ബ്രാഞ്ചുകൾ പല രാജ്യത്തായി ഉണ്ടാകുന്ന ഒരു കമ്പനിയാണ് മൾട്ടിനാഷണൽ കമ്പനി. Then what is Neo Imperialism? എന്താണ് നിയോ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ? നവ സാമ്രാജ്യത്വം, പുതിയ രീതിയിലുള്ളൊരു സാമ്രാജ്യത്വം. എന്താണത്? Neo Imperialism is multinational companies began to interfere in the economic, social and cultural sectors of the latter for serving the interests of the capitalist countries. മുതലാളിത്ത രാജ്യങ്ങളുടെ ആഗ്രഹങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മൂന്നാംകിട രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികപരവുമായ കാര്യങ്ങളിൽ വരെ മൾട്ടിനാഷണൽ കമ്പനികൾ ഇടപെടാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള ഒരു രീതിക്ക് പറയുന്ന പേരാണ് നിയോ ഇമ്പീരിയലിസം. നവസാമ്രാജ്യത്വം, സാമ്രാജ്യത്തിൻ്റെ പുതിയൊരു രീതിയാണ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ നിയോ ഇമ്പീരിയലിസം? Neo Imperialism is multinational companies began to interfere in the economic, social and cultural sectors of the third world countries. മൂന്നാം കിട രാജ്യങ്ങളുടെ പല കാര്യങ്ങളിലും മൾട്ടിനാഷണൽ കമ്പനി ഇടപെടാൻ തുടങ്ങി. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ, സാമൂഹികപരമായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ സാംസ്കാരികപരമായ കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങി. So this imperialism is known as, this imperialism put forward by the capitalist countries is known as neo-imperialism. മുതലാളിത്ത രാജ്യങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ പേരാണ് നിയോ ഇമ്പീരിയലിസം. Then what is the impact of neo-imperialism? Neo-imperialism has several impacts. The first one is the multinational companies competed with one another to control the resources and assets of the third world countries. മൂന്നാം കിട രാജ്യങ്ങളുടെ റിസോഴ്സുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും പിടിച്ചടക്കാൻ വേണ്ടി മൾട്ടിനാഷണൽ കമ്പനികൾ എന്ത് ചെയ്തു? അവർ മത്സരിച്ച് പിടിച്ചടക്കാൻ തുടങ്ങി. ഇത് മൂന്നാം കിട രാജ്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി മാറി. Then multinational companies promoted consumerism in third world countries to sell their products. മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റുകൾ ചിലവാകാൻ വേണ്ടി കൺസ്യൂമറിസം എന്നുള്ള ഒരു രീതി മൂന്നാം കിട രാജ്യങ്ങളിൽ എന്ത് ചെയ്തു? നടപ്പിലാക്കാൻ തുടങ്ങി. കൺസ്യൂമറിസം വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് പ്രൊഡക്ഷൻ നിൽക്കും, അവർ മറ്റുള്ള രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ വാങ്ങുക എന്നുള്ള രീതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. And the third one, developing nations were considered as the market for the multinational company. അതോടുകൂടി മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ വിൽക്കപ്പെടുന്ന ഒരു മാർക്കറ്റ് മാത്രമായിട്ട് മൂന്നാം കിട രാജ്യങ്ങൾ മാറി. So the products of the developed nations started reaching even the villages of the developing nation. അപ്പോൾ മൂന്നാം കിട രാജ്യങ്ങളുടെ എല്ലാ വില്ലേജുകളിലും
മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ വരാൻ തുടങ്ങി. Then, due to the pressure from multinational products and marketing strategies, the economy of the many countries started to collapse. അവർ മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി അവർ ചെലുത്തുന്ന പ്രഷറുകളും അതുപോലെ തന്നെ അവർ ഇവിടെ നടപ്പിലാക്കുന്ന ഓരോ രീതികളും കാരണം സ്വന്തം രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകരുകയും മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രം വിൽക്കപ്പെടുന്ന ഒരു സെൻറ്ററായിട്ട് തേർഡ് വേൾഡ് രാജ്യങ്ങൾ, മൂന്നാം കിട രാജ്യങ്ങൾ മാറുകയും ചെയ്തു. അതോടുകൂടി മൂന്നാം കിട രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പാടെ തകരുകയുണ്ടായി. ദീസ് ആർ ദ ഇമ്പാക്റ്റ് ഓഫ് നിയോ ഇമ്പീരിയലിസം. നവസാമ്രാജ്യത്വത്തിൻ്റെ ചില പ്രശ്നങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. Neo Imperialism put forwarded new economic policy. നവസാമ്രാജ്യത്വം പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. Then what are they? Liberalization, privatization and globalization are the concept of new imperialism or neo imperialism. നവസാമ്രാജ്യത്വത്തിൻ്റെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളാണിത്. What are the different concepts of new imperialism? First one, liberalization, and second one, privatization, and third one, globalization. These three are the different concepts of new imperialism or neo imperialism. They put forward three economic policies. First one, liberalization, second one, privatization, and third one, globalization. What do you mean by liberalization? Liberalization is nothing but adoption of liberal regulations and taxation system to facilitate the import of multinational products to domestic market. മൂന്നാം കിട രാജ്യങ്ങളുടെ മാർക്കറ്റുകളിലേക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഇറക്കുമതി നിയമങ്ങളും അതുപോലെ നികുതികളിലുമൊക്കെ ഇളവുകൾ നൽകുക. This process is known as liberalization. Then the second one is privatization. What do you mean by privatization? Privatization is nothing but the privatization of public sector undertakings in an attempt to promote private sector. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യവൽക്കരിക്കുന്ന പരിപാടി. This is known as privatization. And the third one is globalization. What do you mean by globalization? Globalization is nothing but it is transporter flow of products, service, raw materials, capital, latest technology and human resource facilitated. അതിരുകളില്ലാതെ ഏത് രാജ്യത്തും ഉള്ള ഉൽപ്പന്നങ്ങളാകട്ടെ, സേവനങ്ങളാവട്ടെ, വിഭവങ്ങളാവട്ടെ, മൂലധനമാവട്ടെ, പുത്തൻ സാങ്കേതിക വിദ്യ ആവട്ടെ, മനുഷ്യന്മാരാകട്ടെ, എല്ലാ സാധനങ്ങൾക്കും ഒരു അതിരുകളില്ലാതെ എവിടെയും പോയി പണിയെടുക്കാനും ജോലി ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബലൈസേഷൻ. Then through globalization, the economic system of the country linked to global economy. ഓരോ രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സാമ്പത്തികവുമായി ബന്ധിച്ചു. ലോകം തന്നെ ഒരു ചെറിയ ഒരു മാർക്കറ്റായി മാറി. ആ മാർക്കറ്റിൽ എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യാം? ജോലി ചെയ്യാം, കച്ചവടം നടത്താം. ഇങ്ങനത്തെ ഒരു രീതിയാണ് ഗ്ലോബലൈസേഷനിലൂടെ ഉണ്ടായത്. ആൻഡ് ദ സെക്കൻഡ് വൺ, the interests and motives of the multinational companies protected. ഗ്ലോബലൈസേഷൻ എന്ത് ചെയ്തു? മൾട്ടിനാഷണൽ കമ്പനിയുടെ താല്പര്യങ്ങൾ അതിലൂടെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. Then the third one, competition driven market came into existence. മത്സരത്തിലൂന്നിയ കമ്പോളങ്ങൾ, മാർക്കറ്റുകൾ നിലവിൽ വന്നു. പല രാജ്യങ്ങളിലെ പ്രൊഡക്റ്റുകളും ഒരു മാർക്കറ്റിൽ വരും. അപ്പോൾ അവിടെ ഓരോ കമ്പനികളും അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി മത്സരിച്ച് പണിയെടുക്കും. ദെൻ ഇങ്ങനെ
കോമ്പറ്റീഷൻ ഡ്രൈവൻ മാർക്കറ്റ് നിലവിൽ വന്നു. മത്സരങ്ങളിലൂന്നിയ മാർക്കറ്റുകൾ നിലവിൽ വരാൻ തുടങ്ങി. To plan and execute the various policies of globalization, there is several international organizations. ആഗോളവൽക്കരണത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കാനും പ്ലാൻ ചെയ്യാനും അത് നടപ്പിലാക്കാനും വേണ്ടി ഒരുപാട് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുണ്ട്. The first one is World Bank, second one is International Monetary Fund, and third one is World Trade Organization. These are the three international organizations for planning and executing various policies in favor of globalization. ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണത്തിന് അനുസൃതമായി അവർക്കനുസരിച്ച് അവരുടെ പോളിസികൾ നയങ്ങൾ രൂപീകരിക്കാൻ നടപ്പിലാക്കാനുമുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളാണ് ഈ മൂന്നെണ്ണം. Then what are the merits of globalization? Is there any merits for globalization? Globalization കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരങ്ങളുണ്ട്? There is some merits for globalization. ഗ്ലോബലൈസേഷന് കുറച്ച് ഉപകാരങ്ങളുണ്ട്. The first one, open up many opportunities and possibilities around the world. ലോകത്ത് ഒരുപാട് സാധ്യതകളും അതുപോലെ അവസരങ്ങളും ആഗോളവൽക്കരണത്തിലൂടെ നമുക്ക് തുറന്നു ലഭിച്ചു. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാം, നമുക്ക് ഏത് രാജ്യത്തും നമ്മുടെ സംരംഭങ്ങൾ തുടങ്ങാം. ഇങ്ങനത്തെ ഒരു ഉപകാരം ഗ്ലോബലൈസേഷൻ കൊണ്ട് നമുക്ക് ലഭിച്ചു. And the second one, the transfer of goods, products and services beyond boundaries and dissemination of information technology shaped the concept of global village. നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി എന്ത് ചെയ്യാം, അത് വളരെ ഉഷാറായിട്ട് നല്ല നിലയിൽ വ്യാപിപ്പിച്ച് പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പല രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകാനും കഴിയും. അങ്ങനത്തെ ഒരു രീതി നമ്മൾ എന്ത് ചെയ്തു, ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമം എന്ന ഒരു ആശയത്തിന് രൂപം നൽകി. അതായത് ലോകം എന്നുള്ളൊരു വില്ലേജ്, ആ വില്ലേജിൽ ആർക്ക് വേണമെങ്കിലും വരാം, ഏത് രാജ്യമെന്നോ ഇല്ല, ആർക്ക് വേണമെങ്കിലും എവിടെ വന്നും ജോലിയെടുക്കുകയും സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്യാം. ഇങ്ങനത്തെ ഒരു ആശയം കൊണ്ടുവന്നു ഗ്ലോബലൈസേഷൻ. ഈ ആശയത്തിനാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ബട്ട് ഗ്ലോബലൈസേഷൻ പോസഡ് സം ചാലഞ്ചസ് ടു ദ ഡെവലപ്പിംഗ് കൺട്രീസ്. എന്നാൽ വികസ്വര രാജ്യങ്ങളെ ആഗോളവൽക്കരണം വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? ദ ഫസ്റ്റ് വൺ ഈസ് ദ ഇൻ്റർവെൻഷൻ ഓഫ് multinational companies challenged the concept of nation state. ദേശരാഷ്ട്രം, സ്വന്തം രാജ്യം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾ കടന്നു വന്നതോടുകൂടി സ്വന്തം രാജ്യം, നാഷൻ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റ് തന്നെ ഇല്ലാതെയായി. Then the second one, globalization led to the destruction of indigenous culture. ഓരോ ദേശത്തുമുള്ള സംസ്കാരങ്ങൾ തകർന്നു പോകാൻ തുടങ്ങി. ഓരോ രാജ്യത്തും ഓരോ റീജിയണലായിട്ട് പ്രാദേശികമായിട്ടുണ്ടാകുന്ന സംസ്കാരങ്ങൾ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി തകരാൻ തുടങ്ങി. The third one, price of agricultural products plunged. കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു. The price of agricultural products decreased. കാർഷിക ഉൽപ്പന്നങ്ങൾ, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ വില തകർന്നു. And the next one is public sector undertakings were destroyed. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. And the next one, government withdrew from social service sector. സാമൂഹിക സേവന മേഖലകളിൽ നിന്നും സർക്കാരുകൾ പിന്മാറി. അതിന് ഒരുപാട് സംഘടനകൾ മുന്നിട്ട് വന്നപ്പോൾ സർക്കാർ സാമൂഹിക സേവനം എന്നുള്ള പരിപാടി നിർത്തിവെച്ചു. And the last one, natural resources were looted. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു. ആഗോളവൽക്കരണം വന്നതോടുകൂടി എല്ലാ രാജ്യങ്ങളും കോമ്പറ്റീഷൻ കൂടി, മത്സരങ്ങൾ കൂടിയപ്പോൾ
എവിടെ നിന്നൊക്കെ നാച്ചുറൽ റിസോഴ്സ് പ്രകൃതി വിഭവങ്ങൾ കിട്ടുമോ അതൊക്കെ ഊറ്റിയെടുത്ത് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ പ്രകൃതി വിഭവങ്ങൾ കൂടുതലായി കൊള്ളയടിക്കും. ദീസ് ആർ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഡെവലപ്പിംഗ് കൺട്രീസ് ത്രൂ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ കാരണം വികസ്വര രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് നാം ചർച്ച ചെയ്തത്. In this chapter, we have discussed various incidents and events that occurred in the 20th century in different parts of world and how it influenced the history of world. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളും അത് ലോകചരിത്രത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് നാം ചർച്ച ചെയ്തു. In the 20th century, the important incidence is the beginning of imperialism. സാമ്രാജ്യത്വം ഉണ്ടായതാണ് 20-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം നേരിട്ട പ്രതിസന്ധികൾ, ആൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇമ്പീരിയലിസം, സാമ്രാജ്യത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് 20th century. 20-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇത്. These incidents shaped the history of the 20th century. 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം ഉണ്ടാക്കുന്നതിൽ ഈ സംഭവങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. Then this chapter is over.